എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം ഇങ്ങ് അടുത്തു. നമ്മുടെ ലേഡീസ് ജിമ്മിൽ പായസ മത്സരമാണ്. അതിനുവേണ്ടി ഞാനുണ്ടാക്കിയ പായസം എങ്ങനെയാണെന്ന് നോക്കാം. ഞവരപ്പായസമാണ് ഞാൻ ഉണ്ടാക്കിയത്. 1/4 കിലോ ഞവരയരി ബൗളിലിട്ടൊന്ന് നുറുക്കിയെടുത്തു. നല്ല വേവുള്ള അരിയാണ്, അതുകൊണ്ട് നമുക്ക് 3-4 മണിക്കൂറൊന്ന് കുതിർത്തിയെടുക്കണം. 3-4 പ്രാവശ്യം നന്നായി കഴുകി അതിന് ശേഷം കുതിർത്താൻ വെക്കണം. ഞവരയരിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ആയുർവേദത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ഞവരയരി. നല്ല തവിടുള്ള അരിയാണ്. പണ്ടുള്ളവർ കർക്കിടക മാസത്തിൽ ഞവരക്കഞ്ഞി വെച്ച് കുടിക്കുമായിരുന്നു. ഡയബറ്റിക് കുറയ്ക്കുന്നതിനും കൈകാല് തളർച്ചയ്ക്കും ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ്. നിറയെ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചു. കുതിർന്ന് വരട്ടെ. ഇനി 2 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 3 പാല് പിഴിഞ്ഞെടുക്കണം. 1 ടീസ്പൂൺ നല്ല ജീരകം, 10 ഏലക്ക, 1 കഷ്ണം ചുക്ക്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. 1/2 കിലോ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം. ഞവരയരി നന്നായി കുതിർന്നു വന്നു. അതൊരു കുക്കറിലിട്ട് 5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കാം. നല്ല വേവുള്ള അരിയാണ് ഈ ഞവരയരി. വേവിക്കുന്നത് പച്ചവെള്ളത്തിലല്ല, തേങ്ങാപ്പാൽ പിഴിഞ്ഞ് 3-ാം പാലിലാണ് ഞാൻ വേവിക്കുന്നത്. 1.5 കപ്പ് 3-ാം പാൽ ഒഴിച്ചു. 5 വിസിൽ കേൾപ്പിച്ചു. ഞവരയരി നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി 100 ഗ്രാം നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. 1/2 മുറി തേങ്ങയും കൊത്തി വറുക്കണം. അതിനുവേണ്ടി 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. പായസം കുടിക്കുമ്പോൾ തേങ്ങ കൊത്തു വറുത്തതും അടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നട്ട്സും കിസ്മിസും വറുത്തെടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. നട്ട്സ് എല്ലാം വറുത്ത് കോരി അതേ ഉരുളിയിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് വേവിച്ച് വെച്ച അരി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം. കരടൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. വേവിച്ച് അരിയിലേക്കൊക്കെ നന്നായിട്ട് മധുരം പിടിക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ 1 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിക്കാം. ഇനി അതിലേക്ക് ചുക്ക, ജീരകം, ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊത്തു വറുത്തതും ചേർത്തു. നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുത്തു. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1 കപ്പ് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞ് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തിള വന്നു തുടങ്ങി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തു. അവസാനമായിട്ട് 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തു. നെയ്യ് ചേർക്കുന്നതോറും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞവരപ്പായസം ഇവിടെ റെഡിയായി. നമ്മൾ ജിമ്മിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുക്കാം. കൃത്യസമയത്ത് തന്നെ ജിമ്മിലെത്തി. ജഡ്ജസ് വരുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മളെത്തി എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. വാഴയിലയിലാണ് ഞാനിതെല്ലാം വെച്ച് കൊടുത്തത്. പല വലിപ്പത്തിലുള്ള ഗുരുവായൂർ പപ്പടവും വെച്ചു. പായസം ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തു. പപ്പടം, പഴം, ശർക്കര വരട്ടി, ഉപ്പേരി എല്ലാം ഇലയിൽ നിരത്തി വെച്ചു. ഞവരയരി ഒരു പാത്രത്തിൽ വെച്ചു. പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു. കറക്റ്റ് സമയത്തിന് തന്നെ
ജഡ്ജസ് എത്തി. എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു. എല്ലാവരുടെ അടുത്തും ജഡ്ജസ് വന്നു. പായസത്തിൻ്റെ ടേസ്റ്റും വെറൈറ്റിയും പ്രസൻറ്റേഷനും ഒക്കെ നോക്കിയിട്ടാണ് പ്രൈസ് നിശ്ചയിച്ചത്. എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഒരു പായസം ഉണ്ടാക്കിയ രീതിയൊക്കെ ചോദിച്ചു. ടേസ്റ്റ് ചെയ്തു. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, പാലട പായസം, അവല് പായസം, കരിക്ക് പായസം, ഉണ്ണിയപ്പ പായസം, ഏത്തപ്പഴ പായസം, ഈന്തപ്പഴം പായസം, അങ്ങനെ പല ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. വെറൈറ്റി പായസങ്ങളായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തേർഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 4. സെക്കൻഡ് പ്രൈസ് വന്നത് ഈന്തപ്പഴ പായസത്തിനാണ്. ഫസ്റ്റ് പ്രൈസ് എല്ലാം കൊണ്ട് നല്ല ഹെൽത്തി ആയിരുന്നു. പിന്നെ എല്ലാം കൊണ്ട് പിന്നെ സീനിയർ കൂടിയാണല്ലോ. ഫസ്റ്റ് പ്രൈസ് എനിക്കാണ് കിട്ടിയത്. വളരെ സന്തോഷം തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് ഞവര പായസം. സെക്കൻഡ് പ്രൈസ് ഈന്തപ്പഴ പായസം, തേർഡ് പ്രൈസ് കരിക്ക് പായസം ആണ്. പ്രധാനമായിട്ട് ഒന്നാം സമ്മാനത്തിന് മാത്രമുള്ള എല്ലാ ക്രൈറ്റീരിയയും എല്ലാവരും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കില്ല. അതിൽ നിന്നൊരു വ്യത്യസ്തമായി തോന്നിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആരും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുക്കുക. നമ്മളെ 8 തരത്തിൽ 8 വെറൈറ്റി ആയിട്ടുള്ള പായസമായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വെച്ചു. അപ്പോൾ നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് തന്ന ക്രൈറ്റീരിയകളും അതിനെല്ലാം വെച്ചിട്ടാണ് നമ്മൾ മാർക്കിട്ടിരിക്കുന്നത്. അത് ഇനി അടുത്ത് തന്നെ ഓണാഘോഷ പരിപാടിയുണ്ട്. അപ്പോഴാണ് സമ്മാനമൊക്കെ കൊടുക്കുക. എല്ലാവർക്കും അന്നാണ് സമ്മാനം കിട്ടുന്നത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.